ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും വരും വീക്കിലെ ഒരു അത്യുഗ്രൻ പ്രൊമോയിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ കാർത്തികയുടെ അമ്മ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെല്ലടാ ചെല്ല്, വർഷങ്ങൾക്ക് മുമ്പ് ഓടയിലെറിഞ്ഞ എൻ്റെ മകൾ നിന്നെ തേടിയെത്തിയിരിക്കുകയാണ്. ഒപ്പം ഞാനും. ഇതോടൊപ്പം തന്നെ പെൺമക്കളെ വെറുക്കുന്ന നിന്നെ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെയാടാ ഞങ്ങൾ വന്നിരിക്കുന്നത്. പാവം കല്യാണിയെയും കാദംബരിയെയും ഒക്കെ നീ അനുഭവിപ്പിച്ച വേദനകളൊക്കെ നിന്നെ കൊണ്ട് തിരിച്ചനുഭവിപ്പിക്കാനും എൻ്റെ മോള് റെഡിയാടാ. ഇനി നിനക്ക് പതനത്തിൻ്റെ നാളുകൾ തുടങ്ങിക്കഴിഞ്ഞു. ഓടയിലെറിഞ്ഞ എൻ്റെ മകൾ ഇന്ന് വീണ്ടും ശക്തിയെടുത്ത് തിരിച്ചു വന്നിരിക്കുക. ഇന്ന് ഈ നാട്ടിൽ മാത്രമല്ല, ചെന്നൈയിലും ഉയരങ്ങളിൽ നിൽക്കാൻ കഴിവുള്ള എൻ്റെ മകള് ആൺമക്കളെക്കാളും മുന്നിലാണെന്ന് ഞാൻ നിനക്ക് തെളിയിച്ചു തരുവടാ. പെൺമക്കളെ തള്ളിപ്പറയുന്ന നീയൊക്കെ ഇനി ജീവനോടെ ഇരിക്കാൻ പാടില്ല. പക്ഷേ ചത്ത ശവമാണെങ്കിലും നിനക്കൊക്കെ ഒരിക്കലും മര്യാദ കിട്ടാൻ പാടില്ല. അതുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിന്നെ കൊണ്ട് അനുഭവിപ്പിച്ചിട്ട് ഞാനും എൻ്റെ മോളും ഈ നാട്ടിൽ നിന്നും മടങ്ങിപ്പോകൂ എന്നും പറഞ്ഞ് കാർത്തികയുടെ അമ്മ അവിടെ നിന്ന് അങ്ങനെ പോവുകയാണ്. ഈ സമയം പ്രകാശൻ, മേഡം എവിടെയാണ് കമ്പനി എന്ന് പറഞ്ഞില്ല? നേരെ വാ പ്രകാശ, ഞാൻ വഴി പറഞ്ഞുതരാം. അങ്ങനെ ഒരു രണ്ടുപേരും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോവുക. ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ, എന്നെ ഓടയിലെറിഞ്ഞ് കല്യാണിയുടെ ശബ്ദമില്ലാതാക്കി പല കാര്യങ്ങളും ചെയ്ത ഈ അച്ഛനും ആ അമ്മയും ഒരു കാലത്തും ഗതി പിടിക്കാൻ പാടില്ല. രണ്ടെണ്ണത്തിനെയും ഞാൻ സന്തോഷിപ്പിക്കും. എനിക്ക് പറ്റാവുന്നത്രയും ഞാൻ സന്തോഷിപ്പിക്കും. അതിന് ശേഷമേ രണ്ടെണ്ണത്തിൻ്റെയും ആയുസ് ഞാൻ എടുക്കും. എൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എൻ്റെ അച്ഛനാണെന്ന് പറയാൻ പോലും ഇയാൾക്ക് യോഗ്യതയില്ല. അത്രയ്ക്ക് ദുഷ്ടൻ. പാവം കല്യാണിയെ പോലെ നല്ല മനസ്സുള്ളൊരു പെങ്കൊച്ചിനെ ഇയാൾ തള്ളിക്കളഞ്ഞല്ലോ. ആ പെങ്കൊച്ചിൻ്റെ ശബ്ദം നഷ്ടപ്പെടുത്തി. പക്ഷേ ദൈവം എന്ന് പറഞ്ഞൊരാൾ മുകളിലുണ്ടായതുകൊണ്ടാണ് ഇന്ന് ഇയാൾക്ക് ജനിച്ച പെൺമക്കളെല്ലാം നല്ല രീതിയിൽ എത്തിയിരിക്കുന്നത്. എന്ന മകനെ തലയിൽ കയറ്റി നടന്നിരുന്ന ഇയാൾക്ക് ഇന്ന് തോൽവിയുടെ നാളുകളാണ്. സ്വന്തം മകൻ ജയിലിൽ പോയി. മകൻ ജനിച്ചാലേ എല്ലാം കൊണ്ടും നന്നാവുമെന്ന് പറഞ്ഞവന് ഇന്ന് മകനെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല. മകന് വേണ്ടി ഇവൻ തീ തിന്നുന്നു. എടാ പ്രകാശ, നീ ഒരിക്കലും ഗുണം പിടിക്കാൻ പോകുന്നില്ലടാ. ഇനി നിനക്ക് ഞാൻ ചെയ്തു തരാൻ പോകുന്നത് നിന്റെ മകനെയും ഞാൻ പുറത്തിറക്കും. അതിനുശേഷം നിന്റെ മകനെയും നിന്നെയും നിന്റെ അമ്മയെയും ഞാൻ ഒരുമിച്ച് അനുഭവിപ്പിക്കും. ഈ കാർത്തിക ആരാണെന്ന് നിന്നെയൊക്കെ ഞാൻ പഠിപ്പിക്കും. നിനക്ക് ജനിച്ച മകളാണ് ഞാനെന്ന് നീ തിരിച്ചറിയുമ്പോഴുള്ള നിന്റെ ആ ഒരു മുഖം അതെനിക്കൊന്ന് കാണണം. നീയും നിന്റെ അമ്മയും കൂടെ ചേർന്ന് ചെയ്ത ചതികളൊക്കെ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞപ്പോൾ എൻ്റെ നെഞ്ചിൽ തീ ആയിരുന്നടാ, തീ. ആ തീ ഇങ്ങനെ ആളിക്കത്തിക്കൊണ്ടിരിക്കുക. ഒരിക്കലും അണയാത്ത രീതിയിൽ. അതണയണമെങ്കിൽ നിൻ്റെയൊക്കെ പതനമായിരിക്കണം. നീയൊക്കെ അവസാനിക്കണം, എന്നാലേ അണയൂ. മാഡം ഏതാ റൂട്ട്? ഇതിലേ പോയി നേരെ അങ്ങ് പോകാൻ പ്രകാശ. അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുക. ഇവിടെയാ. അപ്പോൾ പ്രകാശന് കാർത്തികൻ കമ്പനിയിലെത്തി കഴിഞ്ഞതും രണ്ടുപേരും കാറിൽ നിന്ന് ഇറങ്ങി. വാ പ്രകാശ വാ. ഇത്രയും നേരം ഈ കമ്പനിയെക്കുറിച്ചായിരുന്നു ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് നല്ല ഒരു ഡ്രൈവറെ വേണമായിരുന്നു. എന്തായാലും പ്രകാശൻ നല്ല ഡ്രൈവറാണെന്ന് എനിക്ക് മനസ്സിലായി. നല്ല സ്മൂത്തായിട്ടാണ് പ്രകാശൻ വണ്ടി ഓടിക്കുന്നത്. പ്രകാശൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ ഏതാണ്ട് ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ഉറങ്ങിപ്പോയി. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? പ്രകാശൻ്റെ ഡ്രൈവിങ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഏത് രാത്രിയും വിശ്വസിച്ച് കൂടെ കൂട്ടാലോ അല്ലേ? അതിനെന്താ മാഡം പേടിക്കൊന്നും വേണ്ട. മാഡത്തിന് ഒരാപത്തും കൂടാതെ എവിടെ വേണേലും ഞാൻ കൊണ്ടുപോകും. ഇത് എൻ്റെ വാക്ക എന്നും പറയണം. മതി, എനിക്ക് ഇത്രയും കേട്ടാൽ മതി എന്നും പറഞ്ഞ് കാർത്തിക പ്രകാശനെയും വിളിച്ചുകൊണ്ട് ഓഫീസിലേക്ക് പോവുക. ഈ സമയം അകത്ത് ചെന്നതും പ്രകാശനോട്, ഇരിക്കി പ്രകാശ. അപ്പോൾ കമ്പനിയൊക്കെ കണ്ടപ്പോൾ പ്രകാശൻ്റെ കണ്ണ് മഞ്ഞളിക്കോ. എൻ്റെ പൊന്നെ, ഇതൊക്കെ ഇവരുടെ സ്വന്തം കമ്പനിയാന്ന് തോന്നുന്നു. നല്ല പണമുള്ള ടീമാ. എന്തായാലും ഇവിടെ പിടിച്ചും കടിച്ചും സഹിച്ചും നിന്നാൽ ഒരു 1.5 കൂലി തന്നെ എനിക്ക് കിട്ടും. അതുകൊണ്ട് ഇവിടെ നിന്ന് ഇനി പോകുന്ന പ്രശ്നമില്ല എന്നൊക്കെ ആലോചിക്കുക. പ്രകാശൻ എന്താ ആലോചിക്കുന്നേ? അല്ല മാഡം, ഇതൊക്കെ മാഡത്തിൻ്റെ സ്വന്തമാണോ? പിന്നെ എൻ്റെ സ്വന്തം അല്ലാതെ ഇതൊക്കെ എന്താ വാടകയാണോ? എടോ, ഇതൊക്കെ എൻ്റെ സ്വന്തമാണ്. ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് സമ്പാദിച്ചതാണ് ഇതൊക്കെ. മാഡം ഒറ്റയ്ക്കോ? അതെ, ഇതിൻ്റെ പൂർവിക സ്വത്തൊന്നുമല്ല, ഞാൻ ഒറ്റയ്ക്ക് സമ്പാദിച്ചത്. നന്നായി മാഡം, മിടുക്കി. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ ഇങ്ങനെയൊക്കെ സമ്പാദിക്കാൻ പറ്റുമെന്ന് എൻ്റെ അറിവ് ആദ്യമായിട്ടാണ്. അങ്ങനെയൊന്നുമില്ല. ഈ നാട്ടിൽ ഞാൻ കല്യാണി എന്ന് പറഞ്ഞൊരു ബിസിനസ്സുകാരിയെ കുറിച്ച് കേട്ടല്ലോ. ആ പെൺകുട്ടി ജനിച്ചു വളർന്ന രീതികളൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നിയായിരുന്നു.
ആ വന്ന സമയത്ത് ഞാൻ ആ പെൺകുട്ടിയെ കാണാൻ പോയി. എൻ്റെ ഒരു പുതിയ ഹോട്ടലിൻ്റെ ഇൻറ്റീരിയർ വർക്ക് ആ പെൺകുട്ടിയോടാ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴാ അവളുടെ മിടുക്ക് ഞാൻ തിരിച്ചറിയുന്നേ. ഓ ഭയങ്കര മിടുക്കല്ലേ. കുഞ്ഞുനാൾ മുതൽ എത്രയൊക്കെയോ കഷ്ടപ്പെട്ട പെൺകുട്ടി. എന്തിന് ആ പെൺകുട്ടിയുടെ അച്ഛൻ സ്കൂളിൽ പോലും വിട്ടിട്ടില്ല എന്നാ കേട്ടത്. ആ എന്നിട്ട് പഠിപ്പ് പോലും ഇല്ലാത്ത പെൺകുട്ടി ഇന്ന് ഇംഗ്ലീഷും മറ്റു പല ഭാഷകളും മണി പോലെ സംസാരിക്കുന്നത്. അതൊക്കെ പെൺകുട്ടികളുടെ കഴിവല്ലേ? അല്ല പ്രകാശൻ ഈ നാട്ടിലിരുന്നിട്ട് അതൊന്നും അറിഞ്ഞില്ലേ? ദൈവമേ, ഇപ്പോൾ കല്യാണി എൻ്റെ മോളാന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അവളെ ഞാൻ അംഗീകരിച്ചിട്ടില്ലല്ലോ. വേണ്ട, അവളെൻ്റെ മോളാണെന്ന് വരെ ആരും അറിയണ്ട എന്നും പറഞ്ഞ് പ്രകാശൻ കേട്ടിട്ടുണ്ട് മാഡം. പിന്നെ അവരെക്കുറിച്ച് മറ്റു പലരൊക്കെ പറയുന്നതും ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ പ്രകാശ? അല്ല, അവള് സ്വന്തം അച്ഛനെയൊക്കെ ഒരിതാക്കിയിട്ട് ഇറങ്ങിപ്പോയവളാണ്. അച്ഛനെയും അമ്മുമ്മയും ഒക്കെ വിഷമിപ്പിച്ച് കണ്ടവൻ്റെ കൂടെ ഇറങ്ങിപ്പോയവള്. അങ്ങനെയാ ഇപ്പോഴും നാട്ടുകാർ പറയുന്നത്. എന്നിട്ട് ഞാൻ അങ്ങനെയൊന്നും അല്ലല്ലോ പ്രകാശ കേട്ടത്. ആ പെൺകൊച്ചിനെ സ്നേഹിക്കാൻ കിരണെന്ന് പറഞ്ഞൊരു പണക്കാരൻ എത്തിയെന്നും ആ പണക്കാരൻ സ്നേഹിച്ച് കല്യാണം കഴിച്ചതിന് ശേഷമാണ് കല്യാണിയുടെ ജീവിതം മാറി മറിഞ്ഞതെന്നൊക്കെയാണല്ലോ. ആ ചെറുപ്പക്കാരൻ കാരണം കല്യാണിക്ക് ശബ്ദം കിട്ടിയതെന്നും. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് പ്രകാശ. ആ പെൺകുട്ടിയുടെ ശബ്ദം നഷ്ടപ്പെടാൻ കാരണേ ആ പെൺകൊച്ചിൻ്റെ അച്ഛൻ തന്നെയാ. പെൺമക്കളെ ഇഷ്ടമല്ലാത്ത അയാൾ അതിൻ്റെ വയറ്റിൽ വെച്ചത് അയാളുടെ ഭാര്യയുടെ വയറ്റിൽ വെച്ച് തന്നെ മരുന്ന് കൊടുത്ത്, അതായത് വിഷമരുന്ന് കൊടുത്ത് കല്യാണിയുടെ ശബ്ദം ഇല്ലാതാക്കുമായിരുന്നു. ഈശ്വര, ഇതൊക്കെ ഞാനാണെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ ജോലി പോകുമല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിക്കുക. താനെന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല മാഡം, അങ്ങനെയുള്ളവന്മാരെയൊക്കെ വെറുതെ വിടരുത് എന്നും പ്രകാശൻ പറയുക. ഇത് കേട്ടതും അതേടാ, നിന്നെ ഒന്നും വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അത് പറയുമ്പോൾ നിൻ്റെ മുഖം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ടും സ്വന്തം മകളെ ഇപ്പോഴും അവൻ പറയുന്ന പറച്ചിൽ കേട്ടില്ലേ? അവളെ പിഴച്ചവളായി മുദ്ര കുത്തുക മറ്റുള്ളവരുടെ മുൻപിൽ. എടാ, നിനക്ക് എല്ലാത്തിനും കൂടി ചേർന്ന് ഞാൻ തരുന്നുണ്ട്. അതൊക്കെ വിട്, നമ്മളിപ്പോൾ ഇനി അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട. പ്രകാശന് എത്ര ശമ്പളം വേണ്ടെന്ന് പറ. എനിക്ക് ഒരു 5 അക്ക കിട്ടിയാൽ മതി. അതിനെന്താ, 5 അക്ക ശമ്പളം ഞാൻ തരാം. സത്യമാണോ മേഡം ഈ പറയുന്നത്? പിന്നെ ഞാൻ എന്തിനാണ് പറയുന്നത്? സത്യമായിട്ടും പ്രകാശന് 5 അക്ക ശമ്പളം ഞാൻ തരും. ആ ശമ്പളവും മേടിച്ച് ഞാൻ വിളിക്കുമ്പോഴൊക്കെ എനിക്ക് ഡ്രൈവറായിട്ട് വന്നാൽ മതി. മേഡം ഏത് പാതിരാത്രി വിളിച്ചാലും ഡ്രൈവറായിട്ട് ഞാനും ഉണ്ടാവും. അപ്പം മേഡം ധൈര്യമായിട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഉപദേശിക്കുകയാണ്. ഈ സമയം മാഡം, ഇന്ന് ഞാൻ നിൽക്കണോ പോണോ? ഇന്നെന്താ നിൽക്കണ്ട, ഇന്ന് വന്നാലേ ഉള്ളൂ. ഞാൻ കുറച്ച് അഡ്വാൻസ് തരാം. ആ അഡ്വാൻസും കൊണ്ട് താൻ പോയി തൻ്റെ കാര്യങ്ങളൊക്കെ നോക്ക്. അതിനുശേഷം നാളെ മുതൽ ജോയിൻ ചെയ്താൽ മതി. എന്നാൽ ശരി മാഡം, എന്നാ തനിക്കുള്ള അഡ്വാൻസ് എന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് കാശ് പ്രകാശിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. അഡ്വാൻസ് കണ്ടതും പ്രകാശിൻ്റെ കണ്ണ് മഞ്ഞളിച്ച് പോയി. പേടിക്കണ്ട, ഈ തുക ഒറ്റയടിയായിട്ട് ഞാൻ മേടിക്കില്ല. കുറച്ചായിട്ട് ശമ്പളത്തിൽ നിന്ന് പിടിച്ചോളാം. ഓക്കെ മാഡം, വളരെ നന്ദിയുണ്ട്. താങ്ക്സ് ഒന്നും വേണ്ട. ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥത കാണിച്ചാൽ മതി. കുടിക്കുകയും വഴക്കിടുകയൊന്നും ചെയ്യരുത്. ഇല്ല മാഡം, ഒരിക്കലുമില്ല. എനിക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കുടിക്കാറൊന്നുമില്ല മാഡം. ആത്മാർത്ഥമായിട്ട് തന്നെ ആ ജോലി ചെയ്യും. എനിക്ക് ഇത്രയും കേട്ടാൽ മതി. എന്നാൽ ശരി, പ്രകാശൻ ചെല്ല്. ശരി മാഡം എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ ഭയങ്കര സന്തോഷത്തോടെ അവിടെ നിന്നും പോവുകയാണ്. ഈ സമയം കാർത്തിക, ചെല്ലടാ ചെല്ല്, നിനക്ക് വേണ്ടതെല്ലാം വാങ്ങിക്കൂട്ടി സന്തോഷിക്ക്. അതിനുശേഷം ആ സന്തോഷമെല്ലാം തല്ലിക്കെടുത്താൻ ഒരു വെളിപ്പെടുത്തൽ ഞാനങ്ങ് വെളിപ്പെടുത്തും. അന്നേരം നിൻ്റെയൊക്കെ സന്തോഷം അവസാനിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാർത്തിക ഇങ്ങനെ ഇരിക്കുക. ഈ സമയം മൂങ്ങയുടെ അടുത്തെത്തിയ പ്രകാശൻ കൈ നിറയെ സമ്മാനങ്ങളുമായി വരുന്നത് കണ്ട് മൂങ്ങയുടെ കണ്ണ് തള്ളിപ്പോയി. എടാ മക്കളെ, ഇതെന്താടാ? പോയ പോലെ അല്ലല്ലോ നീ തിരിച്ചു വരുന്നേ. പിന്നെ അല്ലാതെ, അമ്മ നോക്കിയേ എൻ്റെ കയ്യിൽ എന്തൊക്കെ ഇരിക്കുന്നെന്ന്. എൻ്റെ അമ്മയെ നമുക്ക് കോളടിച്ചു. ഇപ്പം എനിക്ക് കിട്ടിയിരിക്കുന്ന ജോലിയെ നല്ല 1-ാം തരം ജോലിയാ. ആ മാഡത്തിനെ എത്രയൊക്കെയോ വലിയ വലിയ കമ്പനിയാണെന്നറിയാമോ ഉള്ളത്. ആ കമ്പനി മുഴുവനും ഒറ്റയ്ക്ക് നോക്കി നടത്തുന്നത് ആ മാഡമാ. ഒരു പെണ്ണോ? അതെ അമ്മ, ഒരു പെണ്ണ്. ഞാൻ വിചാരിച്ചു ഇന്നത്തെ കാലത്ത് പെണ്ണുങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. ആണുങ്ങൾക്ക് ഇതിനെ കൊണ്ടൊക്കെ കഴിയുള്ളെന്ന്. എൻ്റെ അമ്മ, അതൊക്കെ അമ്മയുടെ വെറും തെറ്റിദ്ധാരണയാ. എന്ത് ചെയ്യാനാ? അവളുണ്ടല്ലോ ആ കല്യാണി, അവളെപ്പോലൊന്നും അല്ല ഇത്. നല്ല സൂപ്പറായിട്ട് നല്ല അസലായിട്ട് പഠിച്ച് തന്നെ സമ്പാദിച്ച സ്വത്താ. പിന്നെ കല്യാണിക്ക് കൂടെ കിരണുണ്ടല്ലോ, അവൻ്റെയും കൂടെ ഇതുകൊണ്ടാണ് അവൾ ജയിച്ചതെന്ന് പറയാം. എന്നാൽ ഇവിടെ എൻ്റെ മേഡം ഉണ്ടല്ലോ, നല്ല അസലായിട്ട് ഓരോന്ന് സമ്പാദിച്ചു കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ കമ്പനിയിലേക്ക് ഞാനൊന്ന് കയറിയപ്പോൾ കണ്ണ് തള്ളിപ്പോയി. അത്രയ്ക്ക് വലിയ കമ്പനിയല്ലേ? സത്യമാണോടാ മോനെ പറയുന്നത്? അതെ. എനിക്കും ആ കൊച്ചിനെ ഒന്ന് കാണണോടാ. അതിനെന്താ, നമുക്ക് കാണാമല്ലോ അമ്മേ. പക്ഷെ അങ്ങോട്ട് പോകുമ്പോൾ വെറും കൈയോടെ പോകാൻ പറ്റില്ല. കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോകണം. എന്തായാലും നമുക്ക് ഒരുമിച്ച് പോവാം. ഇപ്പോൾ വേണ്ട,
അതിനു മുമ്പ് എനിക്കൊരാളെ കാണാനുണ്ട്. ആരെയാടാ മക്കളെ? ആ കല്യാണിയെ, എൻ്റെ മോനെ ജയിലിലാക്കിയവളെ. അവളെ കണ്ട് അവളുടെ മുഖത്ത് നോക്കി എനിക്ക് 5-6 വർത്താനം പറയണം. എൻ്റെ മോനെ ഈസിയായി ഇനി ജയിലിൽ നിന്ന് ഇറക്കാൻ എനിക്ക് പറ്റും. 5 ശമ്പളമാണ് എനിക്ക് മാഡം തന്നിരിക്കുന്നത്. ഉറപ്പാണോടാ? സത്യമേ, ഞാനെന്തിനാ നുണ പറയുന്നേ? ദേ നോക്ക്, 5 ശമ്പളം കൊണ്ട് ഞാൻ മേടിച്ച സമ്മാനങ്ങൾ അമ്മയ്ക്കും ഇഷ്ടം പോലെ മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെ അമ്മയ്ക്കുള്ളതാ എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങയുടെ കയ്യിലേക്ക് കൊടുക്കുക. മൂങ്ങയ്ക്ക് ഒരുപാട് സന്തോഷമായി. അമ്മേ, ഞാൻ ഒരിടം വരെ പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ മേടിച്ച് നേരെ കല്യാണിയുടെ അടുത്തേക്ക് പോവുക. ഒരു കാറിൽ ചെന്ന് പ്രകാശൻ ഇറങ്ങുന്നത് കണ്ട് കിരണും കല്യാണിയും വായ പൊളിച്ച് നിൽക്കുക. അപ്പോൾ കിരൺ കല്യാണിയോട്, അല്ല കല്യാണി, ഇയാളെന്താ കാറിൽ? അത് മാത്രമല്ല കിരണേട്ടാ, നോക്ക് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചാൽ വരുന്നത്. അപ്പോൾ കിരണ നോക്കുക, അത് ശരിയാണല്ലോ, എവിടെയോ വലിയൊരു ലോട്ടറി അടിച്ചിട്ടുണ്ട്, അതാണ് ഇങ്ങനെ വരുന്നത് എന്നും പറഞ്ഞൊരു നിൽക്കുക. ഈ സമയം നല്ല സ്ലോ മോഷനിൽ പ്രകാശം നടന്നു വരിക. എന്താ നീ നോക്കുന്നേ? എന്നാ നോക്കിക്കോടി, ഇനി മുതൽ ഞാനേ വെറും പ്രകാശനല്ല, VIP പ്രകാശന എന്നും പറയണം. അപ്പോൾ കിരൺ, ഏത് വകയല്ല VIP ആയത്? അതൊന്നും നിന്നെ അറിയിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിന്നെ പോലെയുള്ളൊരുത്തനൊക്കെ ചിലപ്പോൾ എൻ്റെ ജോലി തെറിപ്പിക്കും. അതുകൊണ്ട് ഞാനത് നിന്നോട് പറയാനും ഉദ്ദേശിക്കുന്നില്ല. അത്രയ്ക്ക് ചീപ്പ് പരിപാടി ഞങ്ങൾ ചെയ്യാറില്ല. അതൊക്കെ നിങ്ങളുടെയും നിങ്ങളുടെ അമ്മയുടെയും മോൻ്റെയും സ്വഭാവമാണ് എന്നും കിരൺ അത് കിടന്നേ. എൻ്റെ മോനെ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, ഇനിയും തനിക്ക് മതിയായില്ലടോ. എടോ, അവനെ തലയിൽ കയറ്റിക്കൊണ്ട് നടക്കുന്ന തനിക്ക് ഇനിയും മനസ്സിലായില്ല എന്ന് വെച്ചാൽ താനൊക്കെ പോയി ചാകുന്നതാണോ നല്ലത്? സ്വന്തം മോനെ കൊണ്ട് തനിക്ക് ഒരു ഉപകാരവും ഈ ജന്മത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല. വയസ്സാം കാലത്ത് തനിക്ക് വെള്ളം വായിലൊഴിച്ചു തരാൻ പോലും അവനുണ്ടാവില്ല. താൻ നോക്കിക്കോ, ഞാൻ പറയുന്നത് സത്യം. അത് കേട്ടത് ഞാനതങ്ങ് സഹിച്ചടാ. എൻ്റെ മോനെ ഒഴിച്ചു തന്നില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ഇവളെ പോലുള്ള ഒരുത്തിയൊന്നും ഞാൻ സ്നേഹിക്കില്ല. എടി, നിനക്ക് കുറച്ച് ഐശ്വര്യം വന്നപ്പോൾ നീയൊക്കെ അഹങ്കരിച്ചു. അങ്ങനെ അഹങ്കരിക്കുന്നവർക്ക് ഒരിക്കലും ആ സ്വത്തുക്കൾ അധികം നാൾ നീണ്ടു നിൽക്കില്ല. നീ കണ്ടോടി, നീയും നിൻ്റെ ഈ കെട്ടിയാനൊക്കെ മുടിഞ്ഞു പോകത്തേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഒരുമിച്ച് മുടിയും. എന്തായാലും എൻ്റെ അമ്മ ഇവിടെ ജോലി ചോദിച്ചു വന്നപ്പോൾ, ഞാനൊരു ജോലി ചോദിച്ചു വന്നപ്പോൾ നീയൊക്കെ എന്നെ ആട്ടി പായിച്ചു. പക്ഷേ എനിക്ക് ഇപ്പം കിട്ടിയിരിക്കുന്ന ജോലിയുണ്ടല്ലോ, നല്ല ഉയരങ്ങളില്ല. 5 ശമ്പളത്തോടു കൂടെ ഞാൻ ചെയ്യുന്ന ജോലി എനിക്കിന്ന് നല്ല റെസ്റ്റും കിട്ടുന്നുണ്ട്, ഒരു അസുഖവും വരാത്ത ജോലിയാണ്. അതുകൊണ്ട് എനിക്കിന്ന് അന്തസ്സോടെ സമാധാനത്തോടെ വിളിച്ചു പറയാടി, ഞാൻ ഒറ്റയ്ക്ക് സമ്പാദിച്ച എൻ്റെ മരുന്നുകളൊക്കെ മേടിക്കുന്നതെന്ന്. പെൺമക്കളെ കൊണ്ട് എനിക്ക് ഒരു ഉപകാരമില്ലെന്ന്. അത് കേട്ടതും, എടോ, എന്തൊക്കെയായാലും തൻ്റെ മരുന്നിൻ്റെ കടമൊക്കെ വീട്ടിയത് കല്യാണി തന്നെയല്ലേ? അത് തൻ്റെ മകളല്ലേ? അത് കേട്ടതും, ആ കടം അധികം വൈകാതെ തന്നെ ഞാൻ തിരിച്ചടയ്ക്കും. എന്തായാലും എനിക്കൊന്നേ പറയാനുള്ളൂ, എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഈ കടം മുഴുവനും വീട്ടിയിട്ട് ഞാൻ ഇനിയും നിൻ്റെ മുഖത്ത് നോക്കി 5-6 വർത്താനം പറയോടി. ഞാൻ തള്ളിക്കളഞ്ഞ പെൺമക്കൾ ഒരിക്കലും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല, അതിന് ഞാൻ അനുവദിക്കത്തുമില്ല എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശം പോവുക. എന്താ കല്യാണി, നിൻ്റെ അച്ഛന് കുറേ കോളടിച്ചിട്ടുണ്ടെന്ന് തോന്നല്ലോ? അത് തന്നെയാണ് കിരണേട്ട ഞാനും ആലോചിക്കുന്നേ. എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എന്തായാലും നമുക്കെന്താ, ഈ അത്യാഗ്രഹമൊന്നും അധികം നാളുണ്ടായില്ല. അല്പന് അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയും കൂടെ പിടിക്കുമെന്ന് കേട്ടിട്ടില്ലേ? ഇയാൾ ആ കണക്ക. ആരെങ്കിലും ഒരാൾ ചിലപ്പോൾ വിക്രത്തെ സ്നേഹിക്കണമെന്നും പറഞ്ഞ് വന്നു കാണും, ശരണ്യയെയും സ്വാതിയെയും പോലെ. അത് കണ്ടിട്ടായിരിക്കും ഈ തുള്ളുന്നത്. ഇതങ്ങനെയൊന്നും അല്ല കിരണേട്ടാ, വേറെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അണയാൻ പോകുന്ന തീയുടെ ആളിക്കത്തലായിരിക്കും എന്നും പറഞ്ഞ് കിരൺ അകത്തേക്ക് പോവുക. ഈ സമയം പിന്നീട് കാണിക്കുന്ന മൂങ്ങയെയും കൂട്ടി പ്രകാശൻ കാർത്തികയുടെ വീട്ടിൽ ചെല്ലുകയാണ്. കോളിംഗ് ബെല്ലടിച്ചതും വേലക്കാരി വാതിൽ തുറന്നു. താനെന്താ ഇവിടെ? ഞാൻ മാഡത്തിനെ ഒന്ന് കാണാൻ. അതിനെന്തിനാ കൂടെ ഇങ്ങോട്ട് വരുന്നേ? താൻ ജോലി ചെയ്യുന്നത് മാഡത്തിനോടൊപ്പം അല്ലേ? അല്ല, എൻ്റെ അമ്മയ്ക്കും മാഡത്തിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞേ, അതുകൊണ്ടാണ്. അത് കേട്ടതും, ഞാൻ വിളിക്കാം. മോളെ കാർത്തികേ. എന്താ ചേച്ചി? ദേ മോളെ കാണാൻ അയാൾ വന്നിട്ടുണ്ട്. ആരാ ചേച്ചി? അവൻ തന്നെ, വേറെ ആര്? കൂടെ ഒരു വയസ്സായ സ്ത്രീയും ഉണ്ട്. മോള് കാത്തിരുന്ന മോളുടെ അമ്മുമ്മ. അത് കേട്ടതും, ആ വൃത്തികെട്ട സ്ത്രീയും ഉണ്ടോ? അവരാണ് ആ മകനെ അങ്ങനെ വഷളാക്കിയത്. അവരുടെ മകനും കൂടെ ചേർന്നാണ് അവൻ്റെ മകൻ്റെ മകനെ വഷളാക്കിയത്. അങ്ങനെയുള്ളപ്പോൾ അവരെ ഒന്നും വെറുതെ വിട്ടുകൂടാ. ഞാൻ എന്തായാലും താഴേക്ക് വരാൻ ചേച്ചി എന്നും പറഞ്ഞ് കാർത്തിക താഴേക്കിറങ്ങി ചെല്ലുക. താഴേക്കിറങ്ങി ചെന്നതും കാർത്തികയെ കണ്ടതും നമ്മുടെ മൂങ്ങ, അയ്യോ എന്തൊരു ഐശ്വര്യമുള്ള മോളാ! എന്ത് രസം എൻ്റെ മോളെ കാണാൻ! ഇതുപോലൊരു പെൺകുട്ടികൾ ഈ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല.
എന്തൊരു സുന്ദരിയാ, മോൾ ഒറ്റയ്ക്ക് ചേർന്നാണോ ഈ കമ്പനി മുഴുവനും ഈ സ്വത്തൊക്കെ ഉണ്ടാക്കിയത്? പിന്നെ എനിക്കിപ്പോൾ കോടിക്കണക്കിന് സ്വത്തുണ്ട്, ആ സ്വത്തുക്കൾ മുഴുവനും എൻ്റെ പേരിലാണ്. അത് കേട്ടത് മോളൊറ്റയ്ക്കാണോ ഉള്ളത്? ആ, അമ്മയുണ്ട്, അമ്മ ഇവിടെയല്ല, അമ്മ നാട്ടിലാണ്. ആണോ? ഷോ, എന്നാലും മോളെ സമ്മതിക്കണം കേട്ടോ, ഒരു പെണ്ണായി നിന്ന് ഇത്രയൊക്കെ സാധിച്ചെടുത്തല്ലോ. അതെന്താ, പെണ്ണുങ്ങൾക്ക് അതൊന്നും സാധിക്കാൻ പറ്റില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ല, അങ്ങനെയല്ല, എന്നാലും ഞാൻ ആദ്യമായിട്ട് കേൾക്കുക ഒരു പെണ്ണായിട്ട് നിന്ന് ഇത്രയും സാധിച്ചെടുക്കുന്നത്. ആ, അതല്ല വിട്, മിടുക്കിയായ മോക്ക് ഞാൻ കുറേ സമ്മാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, എന്നാ ഇത് മേടിക്ക് എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങ ആ കവറുകളൊക്കെ കാർത്തികയ്ക്ക് കൊടുക്കുക. അതൊക്കെ മേടിച്ചു വെച്ച് കാർത്തിക, എൻ്റെ അമ്മമ്മ എനിക്ക് ആദ്യമായിട്ട് തരുമല്ലേ, അത് മേടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നും പറയുകയാണ്. അപ്പോൾ കാർത്തിക ഈ സ്ത്രീയുടെ കാലിൽ വീഴുന്നത് തന്നെ തെറ്റാ, പക്ഷെ എന്നാലും ഒന്ന് വീണേക്കാം എന്നും പറഞ്ഞ് മൂങ്ങയുടെ കാൽക്കല്ലിൽ വീണു. നന്നായി വരട്ടെ മോളെ, നന്നായി വരട്ടെ. പണമുണ്ടെന്നുള്ള ഒരു അഹങ്കാരവും എൻ്റെ മോൾക്കില്ല. നല്ല സ്നേഹവും നല്ല ബഹുമാനവും ഉള്ള കുട്ടി, കുട്ടിയെ വളർത്തിയവർ നല്ലവരാ, അതുകൊണ്ടാണ് കുട്ടിക്ക് ഇത്രയും ബഹുമാനം എന്നൊക്കെ പറഞ്ഞ് മൂങ്ങ അതിനെ അനുഗ്രഹിക്കുകയാണ്. ഈ സമയം അല്ല, അവർ രണ്ടുപേരും എന്നാൽ ഞാൻ വരട്ടെ മേഡം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോവുക. പോയി കഴിഞ്ഞതും ഞാൻ ആരാണെന്നും എന്താണെന്നും അറിയാതെ എന്നെ ചേർത്ത് നിർത്തുന്ന നിങ്ങൾക്ക് ഇനി നാശത്തിൻ്റെ നാളുകളാണ് എന്നും പറഞ്ഞ് കാർത്തിക നിൽക്കുകയാണ്. അപ്പോൾ ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാൻ പോകുന്ന എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.